ചുമമരുന്നായ കോൾഡ്രിഫിന് നിരോധനം ഏർപ്പെടുത്തുകയാണ് കൂടുതൽ സംസ്ഥാനങ്ങൾ. മധ്യപ്രദേശിൽ മരുന്ന് കഴിച്ച 14 കുട്ടികൾ ആശുപത്രിയിലാണ്. 6 പേരുടെ നില ഗുരുതരം എന്നാണ് റിപ്പോർട്ടുകൾ. ചുമമരുന്നുകളുടെ ഉപയോഗത്തിൽ കേരളം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കാൻ തീരുമാനിച്ചു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകരുത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോൾഡ്രിഫ് കഫ് സിറപ്പ് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 17 കുട്ടികളാണ് മരിച്ചത്. മധ്യപ്രദേശിലെ ചിന്തുവാഡയിലുള്ള 14 കുട്ടികൾ നാഗ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 6 പേരുടെ നില ഗുരുതരമെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. മധ്യപ്രദേശിൽ മരിച്ച 14 കുട്ടികളിൽ 11 പേരും ഉപയോഗിച്ചത് കോൾഡ്രിഫ് കഫ് സിറപ്പ് എന്നാണ് സൂചന. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോൾഡ്രിഫ് കഫ് സിറപ്പ് നിരോധിച്ചു. കഫ് സിറപ്പുകൾ പിടിച്ചെടുക്കാനും പരിശോധന നടത്താനും ഉത്തർപ്രദേശ് സർക്കാർ നിർദ്ദേശം നൽകി. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ചതിനു പിന്നാലെ കുട്ടികൾ മരിച്ച സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. അതിനിടെ മരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ അറസ്റ്റ് ചെയ്തതിൽ ജില്ലാ മജിസ്ട്രേറ്റിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കത്തയച്ചു. ചുമ, ജലദോഷം എന്നിവയ്ക്കുള്ള മരുന്ന് മാത്രമേ നൽകാവൂ എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മരുന്ന് നിർമ്മാണ യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കഫ് സിറപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു പ്രശ്നവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന കുട്ടികൾക്ക് വേണ്ടി മരുന്ന് നൽകരുതെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകരുത്. കുട്ടികൾക്കുള്ള മരുന്നുകൾ അവരുടെ തൂക്കത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ ഡോസ് നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു കുഞ്ഞിന് കുറിച്ച് നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ല. ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ആശങ്ക പരിഹരിക്കാനും ശക്തമായ ബോധവൽക്കരണം നടത്തും. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരാതിക്കിടയാക്കിയ കോൾഡ്രിഫ് SR 13 ബാച്ച് കേരളത്തിൽ കണ്ടെത്താനായിട്ടില്ല. കോൾഡ്രിഫ് 6001 ബാച്ചിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കോൾഡ്രിഫിന്റെ വിൽപ്പനയും വിതരണവും സംസ്ഥാനത്ത് പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ജാഗ്രതയും നിരീക്ഷണവും പരിശോധനയും തുടരാനാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ തീരുമാനം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.